നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ വാർത്തകൾ നിരന്തരം നൽകിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി അല്ലെങ്കിൽ ഇപ്പോൾ VS മരണവുമായി ബന്ധപ്പെട്ട മാധ്യമ ശ്രദ്ധ നിമിഷപ്രിയയിൽ നിന്നും മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 38-40 മണിക്കൂറുകളായി മലയാള മാധ്യമങ്ങളിൽ, ഓൺലൈൻ ആയിക്കോട്ടെ, മുഖ്യധാര മാധ്യമങ്ങളിലായിക്കോട്ടെ, എല്ലായിടങ്ങളിലും VS അന്ത്യയാത്ര തന്നെയാണ്. ഇനിയുള്ള 2 ദിവസവും ഒരുപക്ഷെ ഇങ്ങനെ തന്നെയായിരിക്കാം. ഈ 2 ദിവസം അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് നിമിഷപ്രിയയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം മാധ്യമ ശ്രദ്ധ മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലും ഒപ്പം പോസിറ്റീവായും നെഗറ്റീവായും ഈ ഒരു വിഷയം നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ചില വിശദീകരണങ്ങൾ, ചില നിരീക്ഷണങ്ങൾ വരികയാണ്. മാധ്യമങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്ന, മലയാള മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കൃത്യമായി നിരീക്ഷിക്കുന്ന ആളാണ് തലാലിന്റെ സഹോദരൻ മഹദി എന്ന് പറയുന്നത്. മഹദി കൃത്യമായി തന്നെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മലയാള മാധ്യമങ്ങളെ. അതുകൊണ്ട് തന്നെ ശ്രദ്ധ മാറി നിൽക്കുമ്പോൾ ഒരുപക്ഷെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു. അല്ല, മറുവശത്ത് പറയുന്നു, ഇവരുടെയൊക്കെ തന്നെ ശ്രദ്ധ മാറി നിൽക്കുമ്പോൾ ഒരുപക്ഷെ കൃത്യമായ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയുന്നു. മഹദിയെ വെറുതെ വെറുപ്പിച്ച് നിമിഷപ്രിയയ്ക്ക് തൂക്കുകയർ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ഭേദം വാർത്തകളൊന്നും പുറത്തു വരാതെ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മഹദിക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് പറയുന്നവരുമുണ്ട്. ഒരുപക്ഷെ VS മരണം നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് വഴിവെച്ചേക്കാം എന്നുവരെ പറയുന്നവരുടെ എണ്ണം കുറവല്ല എന്നുള്ളതാണ്. എന്തായാലും മാധ്യമ ശ്രദ്ധ മാറുമ്പോൾ യമനിൽ ഒരു പക്ഷേ ഈ സംഘർഷ സാധ്യത വളരെ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പറ്റിയ സമയം, നിങ്ങളുടെ നീതി നടപ്പാക്കിക്കോളൂ എന്ന് പറയാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നാൽ നമുക്ക് ഇപ്പോൾ മറ്റ് ശല്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ചർച്ച നടത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും 2 തന്നെ സംഭവിച്ചാലും നല്ലത് സംഭവിക്കട്ടെ, ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മയെ തിരിച്ചു കിട്ടട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യമനിൽ കൃത്യമായി ഇടപെട്ട നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് വേണ്ടി കൂടി നിമിഷപ്രിയയുടെ മോചനം തന്നെ ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും യമൻ പൗരന്റെ കൊലപാതക കേസിൽ മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഇളവ് ചെയ്യുന്ന കാര്യത്തിൽ തലാൽ അബ്ദു മഹദിയുടെ കുടുംബം കടുത്ത നിലപാടിൽ തന്നെയാണ് തുടരുന്നത്. ഈ കടുത്ത നിലപാടാണ് നമ്മളെ ഒന്ന് ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതായത് മാധ്യമ ശ്രദ്ധയൊക്കെ തന്നെ മാറിക്കഴിയുമ്പോൾ അവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്ക് നീങ്ങാൻ, വളരെ വേഗത്തിൽ നടപടിക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. എന്തായാലും അല്ലാഹുവിന്റെ നിയമം നടപ്പാക്കണമെന്നാണ് തങ്ങളുടെ നിലപാടെന്ന തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫതാഹ് മഹദി ചൊവ്വാഴ്ച ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ചു. അതേസമയം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട യമനിൽ നടക്കുന്ന മാധ്യമ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിദേശകാര്യ വകുപ്പുമായി ചേർന്നുകൊണ്ടുള്ള യോജിച്ച നീക്കം നടത്തുന്നു എന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കാന്തപുരവും ഇപ്പോൾ കേന്ദ്രത്തിന്റെ സഹായം തേടുന്നുണ്ടെന്ന് വ്യക്തമാകുന്നു. നയതന്ത്ര ചർച്ചകളുടെ തുടർച്ചയും നിയമപരമായ കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നുണ്ടതോടൊപ്പം തന്നെ കേസിന്റെ സാംസ്കാരികമായ ഈ സെൻസിറ്റിവിറ്റി കൂടി മനസ്സിലാക്കിയുള്ള യോജിച്ച പ്രവർത്തനങ്ങൾക്ക് തുടർ നടപടികളെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതിനാലാണ് ഇങ്ങനെയൊരു യോജിച്ച നീക്കത്തിന് രൂപം നൽകിയിരിക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും പ്രാതിനിധ്യവും വേണമെന്ന ഗ്രാൻഡ് മുഫ്തി ഓഫീസ് കേന്ദ്ര സർക്കാരിനെയും യമനിലെ മധ്യസ്ഥരെയും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സന്ദർശിച്ച ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളോടും മറ്റ് ജനപ്രതിനിധികളോടും കാന്തപുരം ഇക്കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത്. സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രകാരം സർക്കാരിനും കാന്തപുരത്തിന്റെ ഓഫീസും പുറമെ ആക്ഷൻ കമ്മിറ്റികളുടെ പ്രതിനിധികളും ചേർന്നാവും തുടർന്നുള്ള കാര്യങ്ങൾ നടത്തുക. നിമിഷപ്രിയയുടെ കാര്യത്തിൽ യമന്റെ നിയമവ്യവസ്ഥകൾക്കകത്തു നിന്നുകൊണ്ടുള്ള അവസാനത്തെ സാധ്യതയാണ് കുടുംബത്തിന്റെ ദയ തേടൽ എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച വരെയും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് ലഭ്യമാക്കിയ ശേഷമേ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ എന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനി സൂഫി പണ്ഡിതന്മാർ മുഖേന ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. 16-ാം തീയതി നിശ്ചയിച്ച വധശിക്ഷ നീട്ടിവെച്ചതും ഇതേ തുടർന്ന് ലഭ്യമായ സൗകര്യം ഉപയോഗപ്പെടുത്തി കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുടുംബത്തോടെ സംസാരിക്കാൻ യമനിലെ കാന്തപുരത്തിന്റെ പ്രതിനിധികളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ദിയാതനം, മോചനം, അനുബന്ധ നിയമ നടപടിക്രമങ്ങൾ എന്നിവയ്ക്ക് സർക്കാരിന്റെ ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ആവശ്യമെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്.
എന്തായാലും നിമിഷപ്രിയക്കെതിരെ വലിയ രീതിയിൽ ശക്തമായുള്ള നീക്കങ്ങൾ തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾ തയ്യാറല്ല, എത്ര അഭിപ്രായങ്ങളും എത്ര ചർച്ചകൾ നടന്നാലും ഞങ്ങൾ ഇതിന് തയ്യാറല്ല എന്ന് പറയുന്നു. എന്തായാലും കാന്തപുരത്തിന്റെ നിലവിലുള്ള സാഹചര്യം വെച്ച് പരമാവധി അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതിനാൽ തന്നെയാണ് 16-ാം തീയതി നിശ്ചയിച്ച വധശിക്ഷ നീട്ടിവെച്ചതും. പക്ഷേ ഇപ്പോൾ ഒരു നിർണായക ഘട്ടമായതിനാൽ തന്നെ കേന്ദ്രത്തിന്റെ കൂടി ഇടപെടൽ വേണമെന്ന് പറയുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ ഇടപെടൽ എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യത്തിലും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവസാന കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ കാന്തപുരത്തിന് കഴിയാവുന്നതിൽ പരമാവധി അദ്ദേഹം പ്രവർത്തനം ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു പക്ഷേ യമൻ നമുക്കെതിരെ തിരിയാനുള്ള സമയമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം മാധ്യമ ശ്രദ്ധയില്ല, ഇപ്പോൾ അതിനെക്കാട്ടി വലിയ വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധ മാറുമ്പോൾ ഒരു പക്ഷേ നീതി നടപ്പാക്കാനുള്ള സാധ്യത എന്ന് നമ്മുടെ മഹദി പറയുന്ന പോലെ തന്നെയുള്ള നീതി നടപ്പാക്കാൻ, മഹദിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ നീതി നടപ്പാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു. എന്നാൽ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുക്കാതെ വെറുതെ അവരെ പ്രകോപിപ്പിക്കാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അയയാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നവരുണ്ട്. എന്തായാലും നമുക്ക് രണ്ടായാലും ആ കുഞ്ഞിനെ അമ്മയെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്. അതായത് ജീവനോടുകൂടി തന്നെ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്. മുമ്പ് നമുക്കറിയാം ഉമ്മൻചാണ്ടി മരണസമയം, ഉമ്മൻചാണ്ടിയൊക്കെ മരിക്കുമ്പോൾ അദ്ദേഹം അതിനു മുൻപ് എത്രത്തോളം അദ്ദേഹം ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട അനവധി തവണ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹം മരിക്കുന്ന സമയത്ത് നിമിഷപ്രിയയുടെ ഭർത്താവും അമ്മയും മകളും ഒക്കെയായി അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനായി പോകുന്നൊരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു പോസിറ്റീവായുള്ള വാർത്ത നമുക്ക് നൽകാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നത്.